എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത് അങ്ങനെ നെഹ്റുവിൻ്റെ സ്വത്വം വേറെ ഗാന്ധിയുടെ സ്വത്വം വേറെ എന്നൊരു വിഭജനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഗാന്ധി തന്നെ എല്ലാ കാലത്തും നെഹ്റുവിനെ വിശേഷിപ്പിച്ചിരുന്നത് മൈ ബിലോവഡ് ജവഹർലാൽ എന്നായിരുന്നു. എൻ്റെ ആശയങ്ങളെയും സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും ഈ രാജ്യത്തിൻ്റെ നാളുകളിലേക്ക് ലയിപ്പിക്കുവാൻ ശേഷിയുള്ള എൻ്റെ പിൻഗാമിയാണ് ജവഹർലാൽ. അദ്ദേഹം സ്ഫടിക സമാനനാണ്, അദ്ദേഹം സത്യസന്ധനാണ്, ദീർഘവീക്ഷണമുള്ളവനാണ്. ഒരു തരത്തിലും അവിശ്വാസത്തിൻ്റെ ഒരു സന്ദേഹം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാകേണ്ടതില്ല എന്ന മട്ടിലൊക്കെ ഗാന്ധി പ്രതിഷ്ഠിച്ച് പൊസിഷൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന തന്റെ പിൻഗാമിയാണ് ജവഹർലാൽ. ഗാന്ധിക്ക് ജവഹർലാലിനോട് സ്നേഹാതിരേകം കൂടുതലാണ്, അമിതമായ ആധിക്യമുണ്ട് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ അക്കാലത്ത് പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ദ്വന്ദ്വമല്ല, അതൊക്കെ ഏകസ്വത്വമാണ്. പിന്നെ ഓരോന്നും പെർസ്പെക്റ്റീവുകളിൽ വ്യത്യാസമുണ്ടാകും. കാരണം ഇവരൊക്കെ വ്യത്യസ്ത ജീനുകളും വ്യത്യസ്ത DNA ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്. ജവഹർലാലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് വ്യത്യസ്തതയുണ്ടാവും, ഇന്ദിരാഗാന്ധിയിൽ നിന്ന് രാജീവ് ഗാന്ധിക്ക് വ്യത്യസ്തതയുണ്ടാവും. അത്തരത്തിലുള്ള ബയോളജിക്കലായ കാര്യങ്ങളെയൊന്നും നിങ്ങൾ രാഷ്ട്രീയമായിട്ടും അതിൻ്റെ ആദർശപരമായിട്ടും പൈതൃകവും പാരമ്പര്യവും ഒക്കെ ആയിട്ട് ചേർത്ത് പറയരുത്. അത്തരത്തിൽ ഗാന്ധി വേറെ നെഹ്റു വേറെ എന്നൊന്നില്ല. അത് സമന്വയിച്ച് ലയിച്ചു ചേർന്ന് ഒഴുകിയ രണ്ട് മഹാനദികളാണ്. എല്ലാ കാലത്തും ഗാന്ധിയുടെ ഔന്നത്യവും ഗാന്ധിയുടെ പരിവേഷവും ജവഹർലാൽ മാനിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ രണ്ടാക്കി BJP-ക്കാർ ഇന്ന് പല നേതാക്കളെയും അടർത്തിക്കൊണ്ടുപോകുന്ന മട്ടിൽ നാളുകളിൽ ആർക്കെങ്കിലും അടർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ആശയത്തിന്റെ വിത്ത് രാഹുൽ ഈശ്വർ നിങ്ങൾ അറിയാതെയാണെങ്കിലും ഇടരുത് എന്നൊരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളോടുണ്ട്.